പ്രവർത്തകരോട് ചോദിക്കാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളെ പ്രവർത്തനം വളരെ പിന്നിലോട്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? നിങ്ങളെ ആത്മവിശ്വാസം എന്താണ്? ഞങ്ങൾക്ക് ഇന്ന് 100% ആത്മവിശ്വാസമാണ്. പിന്നെ കഴിഞ്ഞ കാലത്ത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 പ്രാവശ്യം കൊണ്ട് ഞങ്ങളെ UDFന്റെ സംവിധാനം ചില പാളിച്ചകളൊക്കെ നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് ഇന്ന് ശക്തമായിട്ട് UDF ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ UDFൽ ചില സൗഹൃദ മത്സരങ്ങൾ വിചാരിച്ചുകൊണ്ട് 1-2 സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ശക്തമായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് UDF സംവിധാനത്തിലാണ് നിൽക്കുന്നത്. UDF സംവിധാനത്തിൽ UDF എല്ലാം ഒറ്റക്കെട്ടായിട്ട് നമുക്ക് ഈ അജിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. UDF സംവിധാനത്തിൽ സ്ഥാനാർത്ഥി നിർണയം ഒരു പാളിച്ചകളും ഇല്ലാതെ പൂർത്തിയാക്കി. നമ്മൾ 46 വാർഡിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെച്ച് ഒരു റിബൽ ശല്യമോ മറ്റു ശല്യങ്ങളോ ഇല്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല 46 വാർഡുകളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ കാൻഡിഡേറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ അജ്ന H. അതുകൊണ്ട് ഈ അജ്ന H വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കുക എന്നുള്ള ജനങ്ങൾ അംഗീകരിച്ച് കഴിഞ്ഞ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ പ്രാവശ്യം പരിപൂർണ വിജയം നേടുമെന്നാണ് നിങ്ങളുടെ ആത്മവിശ്വാസം? 100%, 100-ന് 110% ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആണ്. പരിപൂർണ വിജയം നേടിയിരിക്കും. 100% എന്ന് പറയുന്നത് 101% ഞങ്ങൾ വിജയിച്ചിരിക്കും. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള വിവേചനകരമായ വികസനത്തിന്റെ ജനങ്ങളുടെ പ്രതികരണം, അവരുടെ പ്രതികരണ ശേഷി കൊണ്ട് ഇപ്രാവശ്യം UDFന്റെ സ്ഥാനാർത്ഥി MA-കാരിയായ അജിന വൻ ഭൂരിപക്ഷത്തിൽ ഏകദേശം 250-ൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത്. അത് ദൃഢതയോടെ ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുകയും 1 ഇഞ്ച് വിടാതെ തന്നെ ഞങ്ങൾ അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ ജനപിന്തുണ നേരിടേ എന്ന് ആശംസിച്ചുകൊണ്ട് കല്ലൂർക്കാടൻ ബ്ലോഗ്സിന്റെ വിജയാശംസകൾ.